ഹായ് എവരിവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 48 ആണ്. ഉൽപ്പത്തി 48-ാം അധ്യായം. അവിടെ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ അത് യോസെഫിൻ്റെ മക്കളെയും ഒക്കെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യാക്കോബ് വളരെ അധികം വാർദ്ധക്യത്തിൽ താൻ അവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മരണം അടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ മക്കളെല്ലാം ഒന്ന് അനുഗ്രഹിക്കണമെന്നുള്ളത്. അപ്പോൾ താൻ തൻ്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ചു. അങ്ങനെ യോസെഫിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ യോസെഫിൻ്റെ മക്കളെ അവിടെ യാക്കോബ് അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യോസെഫിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, എഫ്രൈമും മനേശയും. അതിൽ മനേശ മൂത്ത മകനും എഫ്രൈം ഇളയ മകനുമായിരുന്നു. അപ്പോൾ അനുഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിയപ്പോൾ വലത് കൈ കൊണ്ട് അനുഗ്രഹിക്കുന്ന മകനാണ് ഏത് മകനാണ് വലത് കൈയാൽ അനുഗ്രഹിക്കപ്പെടുന്നത്, അദ്ദേഹമായിരിക്കും ആ ഒരു കുടുംബത്തിന്റെ ഹെഡായിട്ട് മാറുന്നത്. അപ്പോൾ യോസേഫ് തൻ്റെ 2 മക്കളെയും കൊണ്ട് ചെന്നപ്പോൾ, ഈ അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ, മൂത്തവനെ വലത്തെ സൈഡിലും ഇളയവനെ ലെഫ്റ്റ് സൈഡിലും വെക്കുവാനായിട്ട് ഇടയത്തുന്നു. പക്ഷേ യാക്കോബ് അനുഗ്രഹിച്ചപ്പോൾ തിരിച്ച് അവരെ അനുഗ്രഹിക്കാൻ ഇടയത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയവൻ്റെ തലയുടെ മുകളിലേക്ക് വലത്തെ കൈയും മൂത്ത മകൻ്റെ തലയുടെ മുകളിലേക്ക് ഇടത്തെ കൈയും വെക്കുവാനായിട്ട് ഇടയായി തീർന്നു നമ്മൾ കാണുന്നു. അത് യോസെഫിന് അതിശയ അനിഷ്ടം വരുവാനായിട്ട്, അത് തനിക്ക് ഡിസ്പ്ലീസ്ഡ് ആകുവാനായിട്ട് അത് ഇടയായി തീർന്നു. കാരണം തൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ മനേശയാണ് അത് ഏറ്റവും മൂത്തത്. അപ്പോൾ മനേശയ്ക്ക് ഹെഡ് ഓഫ് ദ ഫാമിലി ആകണം എന്നുള്ള ഒരു കാര്യമായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. പക്ഷെ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ ആ നടത്തിപ്പിൽ താൻ ചെയ്തത് മനേശയ്ക്ക് 2ാമത്തെ സ്ഥാനവും എഫ്രൈമിന് ഹെഡ് ഓഫ് ദ ഫാമിലി, ഇളയ മകനെ എഫ്രൈമിന് ആ ഫാമിലിയുടെ അല്ലെങ്കിൽ ആ ട്രൈബിൻ്റെ ഹെഡായിട്ട് മാറ്റുവാനായിട്ട്, അങ്ങനെ ആ രീതിയിൽ ബ്ലെസ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് യാക്കോബ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. തെറ്റായിട്ടൊന്നുമല്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ലോജിക്ക് വെച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിനെ നമുക്കത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുവാനായിട്ടോ നമ്മൾക്ക് സാധിക്കുകയില്ല. നമ്മളങ്ങനെ ചെയ്യാനും പാടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കും. കാരണം ദൈവം അങ്ങനെ ചെയ്തു എങ്കിൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രോമിസസിനെ അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുവാനായിട്ടോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുവാനായിട്ടോ നമ്മൾ ശ്രമിക്കരുത്. പകരം ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിയേർഡായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്കത് ഇമ്പോസിബിൾ എന്നോ അല്ലെങ്കിൽ നമുക്കത് സെൻസ് ഇല്ല എന്ന് തോന്നുന്ന കാര്യം ദൈവം നമ്മുടെ ചെയ്യുകയാണെങ്കിൽ, അത് രീതിയിൽ ദൈവം ഒരു ആൻസർ തരികയാണെങ്കിൽ നമ്മളത് കണ്ണുമടച്ച് നമ്മളത് സ്വീകരിക്കുക, അതുപോലെ വിശ്വസിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവിടെ ദൈവം ആ ഒരു രീതിയിലാണ് പ്രവർത്തിച്ചത്. കാരണം ഏറ്റവും ഇളയ പുത്രനെ ഒരു ഹെഡായിട്ട് എടുക്കുവാനിടയെ തുടർന്നു. അതുപോലെ ഏറ്റവും മൂത്ത പുത്രൻ യോസെഫിൻ്റെ മൂത്ത പുത്രനെ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം കൊടുക്കുവാനിടയെ തുടർന്നു. അപ്പോൾ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. കാരണം നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അത് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ദൈവം ചിലപ്പോൾ പ്രവർത്തിച്ചു എന്ന് വരില്ല. കാരണം ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദൈവം ഇതിനെ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ചെറിയതായിട്ടുള്ള പരിമിതിയായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വിലയിരുത്തും. പക്ഷെ അങ്ങനെയല്ല, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കൃപ അത് നമുക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് നമ്മൾ മാത്രം